ഞാനിപ്പോൾ പ്രീ കൺസെപ്ഷൻ എന്നൊരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് പലർക്കും ഒരു ഐഡിയ ഇല്ലാത്തൊരു കാര്യമാണ്. ഇപ്പോൾ ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം എന്ത് ചെയ്യണമെന്നും അതുപോലെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സിറ്റുവേഷനിൽ എന്തൊക്കെ ചെയ്യണമെന്നും എല്ലാവരും അവെയറാണ്. ബട്ട് ഈ ഒരു കോൺസെപ്റ്റ് എത്രത്തോളം നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണ്? ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്, കാരണം ഇതിനെക്കുറിച്ച് അധികം ആരും അവെയർ അല്ല. ഈ പ്രീ കൺസെപ്ഷൻ കെയർ എന്ന് പറഞ്ഞാൽ ഒരു ജീവനെ നമ്മൾ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് വളരെ ശ്രദ്ധാപൂർവം, വളരെ കോൺഷ്യസ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് രണ്ടുപേരുടെയും ശരീരം അതിന് മുൻപ് നമ്മൾ മേക്ക് ചെയ്തെടുക്കണം എന്നാ പറയുക. ഇപ്പോഴത്തെ ജനറേഷനിൽ ഒരു 25 വയസ്സ് കഴിയുമ്പോൾ തന്നെ മെയിൽസിനെ സംബന്ധിച്ച് അവർ ഡയബറ്റിക് ആവുന്നുണ്ട്, ഹൈപ്പർ കൊളസ്ട്രീമിയ ആവുന്നുണ്ട്, LDL ലെവൽസ് ഇതാവുന്നുണ്ട്, ഗ്രേഡ് 1 ഫാറ്റി ലിവർ എന്തായാലും ഉണ്ട്. സ്ത്രീകൾക്കും ഏറെക്കുറെ ഹോർമോണൽ ഇംബാലൻസും PCOD, അതുപോലെ അമിതമായ രക്തസ്രാവം, ഹൈപ്പോതൈറോയിഡിസം. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇവരുടെ ബോഡി ഒട്ടും ഫിറ്റല്ല. അപ്പോൾ ഇത്തരം അസുഖങ്ങൾ വരുന്നതിന് മുൻപാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ആലോചിക്കേണ്ടത്. ആയുർവേദത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡീടോക്സിഫിക്കേഷൻ. അതായത് നമ്മുടെ രണ്ടുപേരുടെ ശരീരം നന്നായി ശുദ്ധീകരിക്കാം. എങ്ങനെ ശുദ്ധീകരിക്കാം? പഞ്ചകർമ്മം എന്ന് പറഞ്ഞാൽ 5 കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ അവരുടെ പൊക്കിളിൻ്റെ മുകളിലുള്ള ഭാഗം ശുദ്ധീകരിക്കാൻ വമനം എന്ന് പറയും, വോമിറ്റിംഗ്, മെഡിസിൻസ് ഇൻഡ്യൂസ് ചെയ്ത് വമനം. അതുപോലെ നമ്മൾ വിരേചനം, നെക്സ്റ്റ് പ്രൊസീജിയർ, അതായത് നമ്മുടെ അധോഗതിയിലുള്ള കാര്യങ്ങൾ ശുദ്ധീകരിക്കാനായിട്ട് വിരേചനം ചെയ്യാം. പിന്നെ വസ്തി, അതായത് എനിമ, സിമ്പിളായിട്ട് പറഞ്ഞാൽ മെഡിക്കേറ്റഡ് എനിമ. പിന്നെ മസാജസ്, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്ത് നമ്മൾ എക്സ്റ്റേണലിയും ഇൻറ്റേർണലിയും ക്ലെൻസ് ചെയ്യണം രണ്ടുപേരും. ആ സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരനുഷ്ഠിക്കേണ്ട കുറച്ച് ഭക്ഷണക്രമങ്ങളുണ്ട്. ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ മോർ ഓഫ് നെയ്യ്, പാല്, എള്ള്, അങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ ചില പെട്ടെന്ന് കൺസീവ് ചെയ്യാനും അതുപോലെ അബോർഷൻ പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെ തരത്തിലുള്ള ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. ഇപ്പോൾ ഫലസർപ്പിസ് എക്സാമ്പിളാണ്. അത് നമ്മുടെ യൂട്രസിൻ്റെ വാൾസിനെ നന്നായി ശക്തിപ്പെടുത്തുന്നു, അതുപോലെ അബോർഷൻ നന്നായി പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള നെയ്യൊക്കെ 1 മാസം സേവിച്ചിട്ട് കൺസീവ് ചെയ്യുകയാണെങ്കിൽ ഒരു ഹെൽത്തി ഓവം അല്ലെങ്കിൽ ഒരു മിസ്കാരേജ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. പുരുഷന്മാരെ പറ്റി പറയുവാണെങ്കിൽ ഈ ഡീടോക്സിഫിക്കേഷൻ കഴിഞ്ഞിട്ട് അവർക്ക് ഇതുപോലെ നെയ്യ്, അതുപോലെ ഈന്തപ്പഴം, ഇനി മരുന്നുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ മുസലി, അതായത് നിലപ്പന, അങ്ങനത്തെ പൗഡേഴ്സെല്ലാം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കഴിക്കുവാണെങ്കിൽ ഈ ക്വാളിറ്റി ഓഫ് സ്പേം വളരെയധികം എൻഹാൻസ് ചെയ്യും. അങ്ങനെ രണ്ടുപേരുടെ ഒരു ബെസ്റ്റ് ഔട്ട്കം ആയിരിക്കും നമുക്ക് കിട്ടുന്നത്.